ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ പറയാനുള്ള ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇതുപോലുള്ള കാര്യങ്ങൾ, അതിലൊക്കെ ഒരുപാട് ബ്രേക്ക് ത്രൂ സംഗതികൾ വന്നിട്ടുണ്ടല്ലോ ട്രീറ്റ്മെന്റ് വൈസ്. ഇപ്പോൾ ആളുകൾ എപ്പോഴും ഇപ്പോൾ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ ഈ ഇൻസുലിനും പിന്നെ കുറച്ച് അങ്ങനത്തെ മെഡിസിൻസ് ഇതൊക്കെയാണ് ഇപ്പോഴും ആളുകൾ മനസ്സിലിരിക്കുന്നത്. ഇൻസുലിൻ എടുത്താകെ പ്രശ്നം എന്നൊക്കെ, അതിനൊക്കെ അപ്പുറത്തേക്ക് പോയിട്ടില്ലേ? എന്താണ് അതിന്റെ ഒരു റിയാലിറ്റി? ഇതൊരു ഭയങ്കര ഒരു നമ്മുടെയൊക്കെ സമയം നമ്മുടെയൊക്കെ ഈ ടൈമത്തിന് ഇതൊക്കെ കാണാൻ പറ്റുന്നുള്ളതാണ് ഭയങ്കര സംഭവമാണ്. അതായത് ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്, അതാണ് ശരിക്കും ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഒരു വലിയൊരു ബ്രോഡ് മെഡിക്കൽ ടേം. മെറ്റബോളിക് ഡിസോർഡർ. ഈ മെറ്റബോളിക് ഡിസോർഡറിനകത്ത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഡയബറ്റീസിനെ ഒരു തരത്തിൽ ചികിത്സിക്കുന്നു, ഹൈ ബ്ലഡ് പ്രഷറിനെ ഒരു തരത്തിൽ ചികിത്സിക്കുന്നു, അമിതവണ്ണം ഒരു തരത്തിൽ ചികിത്സിക്കുന്നു, അതുകൂടാതെ തൈറോയിഡിന്റെ അസുഖങ്ങളെ ഒരു തരത്തിൽ ചികിത്സിക്കുന്നു. ഇപ്പം നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ല. ഇപ്പം എല്ലാം കൂടെ ഒരു ട്രീറ്റ്മെന്റ് അടിയിൽ വരികയാണ്. അതായത് നമ്മളിപ്പോൾ ചികിത്സിക്കുന്നത് ആ മെറ്റബോളിക് സിൻഡ്രോമിനെ തന്നെയാണ്. ശരിക്കും നമ്മുടെ ഇപ്പം ഇന്നലെ വലിയൊരു ന്യൂസ് വന്നിരുന്നു, GLP-1 ഡ്രഗ്സ്. അതാണ് നമ്മുടെ സെമാഗ്ലൂട്ടൈഡ്, തിർസപെറ്റൈഡ് എന്നൊക്കെ പറഞ്ഞ ഇപ്പോഴത്തെ മൗഞ്ചറോ, ഒസംബിക്, വെഗോവി എന്നൊക്കെ പറഞ്ഞ മരുന്നുകൾ ഇപ്പൊ മാർക്കറ്റിൽ വന്നേക്കുന്നത്. അപ്പം ഇന്നലെ ഒരു ന്യൂസ് ഉണ്ടായി, അതിന്റെ പേറ്റന്റ്, സെമാഗ്ലൂട്ടൈഡിന്റെ പേറ്റന്റ് തീർന്നു. അപ്പം ഇന്ത്യയിൽ ഇനി ജനറിക് വെർഷൻസ് വരികയാണ്. അപ്പം ഇത്രയും നാളും ഏകദേശം ഒരു 15,000 തൊട്ട് 20,000 രൂപ ഒരു മാസം ചെലവ് വരുന്ന ഒരു സംഭവം ഇപ്പം ആഴ്ചയിൽ 300 രൂപയ്ക്ക് ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ജനറിക് വെർഷൻസ് ഇന്ത്യൻ ഗവൺമെന്റ് അപ്രൂവ് ചെയ്യാണ്. അപ്പൊ ഇതൊക്കെ മെറ്റബോളിക് സിൻഡ്രോമിനെ ഫൈറ്റ് ചെയ്യുന്ന പുതിയ മരുന്നുകളാണ്. ഇതിന്റെയൊക്കെ ഞാൻ ഇപ്പൊ പറയുന്നത് വണ്ണം കുറയ്ക്കണം മരുന്നാണ്. തെറ്റാണ്. അത് ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ലോസ് ഒന്നും അല്ല അതിന്റെ മെയിൻ തിങ്. അത് മെറ്റബോളിക് സിൻഡ്രോമിനുള്ള മരുന്നാണ്. വണ്ണം മാത്രമല്ല, ഡയബറ്റീസ്, ഹാർട്ട് ഹെൽത്ത്, കിഡ്നി ഹെൽത്ത്, ബ്രെയിൻ ഹെൽത്ത്, എല്ലാത്തിലും ഇത് യൂസ്ഫുൾ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ സെമാഗ്ലൂട്ടൈഡ് എന്ന് പറഞ്ഞ മരുന്നാണ് ആദ്യമേ വന്നത്. പിന്നെയാണ് ഈ ഒറിജിനൽ GLP-1 വന്നത്. അപ്പൊ ആദ്യത്തെ ലിറാഗ്ലൂട്ടൈഡ്, ഡുളാഗ്ലൂട്ടൈഡ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ സെമാഗ്ലൂട്ടൈഡ് വന്നേക്കുന്നത്. അപ്പൊ അത് ലോങ്ങർ ആക്ടിംഗ് ആണ്. അപ്പൊ അതൊക്കെ ശരിക്കും തന്നെയാണ് ഈ പറയുന്ന GLP-1 ഡ്രഗ്സ് വന്നത്. അപ്പൊ അതാണ് വരുന്നത് വേറൊരു സാധനം, അതാണ് തിർസപെറ്റൈഡ്. അത് GLP-1ഉം GIP എന്ന് പറയുന്ന വേറൊരു ഹോർമോൺ കൂടെ ബൂസ്റ്റ് ചെയ്യും. അതിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡയബറ്റീസ് മാനേജ്മെന്റും ആപ്പിറ്റൈറ്റ് മാനേജ്മെന്റ് മാത്രമല്ല, അത് നമ്മുടെ ഫാറ്റ് മാസും കുറയ്ക്കും, കാലറീസ് ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ സ്റ്റോർഡ് ഫാറ്റ് ഇല്ലാതെയാക്കും. അപ്പൊ അങ്ങനെ വെയിറ്റ് ലോസും കൂടെ ആഡ് ആയി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ മൂന്നാമത് ഓർമ്മ വരുന്നുണ്ട്, റെറ്റാട്രൂട്ടൈഡ് എന്ന് പറഞ്ഞിട്ട്. അത് GLP-1, GIP, ഗ്ലൂക്കോഗോൺ, ഈ 3 ഹോർമോൺസിനെയും ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതൊരു ഭയങ്കര ഗെയിം ചേഞ്ചിങ് മോളിക്യൂളായിരിക്കും. അതിപ്പോൾ വന്നിട്ടില്ല, അതിന്റെ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡി എന്ന് പറഞ്ഞുതരാം. ഈ റെറ്റാട്രൂട്ടൈഡ് ഇവർ കമ്പയർ ചെയ്ത് എന്തായിട്ടാണ് അറിയാം? ബേറിയാട്രിക് സർജറി ആയിട്ടാണ്. അതായത് വണ്ണം കുറയ്ക്കാനുള്ള ഏറ്റവും സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ബേറിയാട്രിക് സർജറിയാണ്. അതിന്റെ അപ്പുറമൊന്നുമില്ല, ബെസ്റ്റ് ആണ്. ബേറിയാട്രിക് സർജറി ആയിട്ട് ഈ മരുന്ന് കമ്പയർ ചെയ്തപ്പോൾ ബേറിയാട്രിക് സർജറിക്കാളും 28% കൂടുതൽ വെയിറ്റ് ലോസ് ആണ് ഈ മരുന്നിൽ വന്നേക്കുന്നത്. ബെറ്റർ ദാൻ ദ സ്റ്റാൻഡേർഡ്. അത് സർജറി ഇല്ലാതെ തന്നെ വെയിറ്റ് ലോസും ഡയബറ്റീസ് കൺട്രോളും ഒക്കെ വരുന്നു. അപ്പോൾ ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്, നമ്മളിപ്പം BP ചികിത്സിക്കുക, അല്ലെങ്കിൽ ഡയബറ്റീസ്, ഹൈ BP ചികിത്സിക്കുക, ഡയബറ്റീസ് ചികിത്സിക്കുക, അമിതവണ്ണം ചികിത്സിക്കുക നല്ല പറയുന്നത്. നമ്മൾ മെറ്റബോളിക് ഡിസീസിനെ ചികിത്സിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരു സിംഗിൾ ഷോട്ട് മരുന്നായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എല്ലാ മരുന്നിലും ഉണ്ടല്ലോ ഇഫക്റ്റും സൈഡ് എഫക്റ്റും. അപ്പം ഇതിനുണ്ട് സൈഡ് എഫക്ട്സ്. പക്ഷേ ഈ പറയുന്ന പോലെ ഭയാനകമായ സൈഡ് എഫക്ട്സ് ഒന്നും ഇതിനില്ല. ഒരു 200,000 2 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ കൊടുത്താൽ ഒരാൾക്ക് ഒരു വലിയ സൈഡ് എഫക്ട് വരാം. പക്ഷെ അതൊന്നും ഫെയ്റ്റിലല്ല. അത് ആരെയും ഇതുവരെ അങ്ങനെ മരണപ്പെട്ടിട്ടില്ല ഡയറക്റ്റ് മരുന്നുള്ള സൈഡ് എഫക്ട് ആണ്. പക്ഷേ ഏറ്റവും കോമൺ സൈഡ് എഫക്ട്സ് നമ്മുടെ ഗ്യാസ്ട്രൈറ്റിസ്, വിശപ്പില്ലായ്മ, നല്ലതാണ്, അതിന്റെ ഒരു ഭാഗമാണ് വിശപ്പില്ലായ്മ, പിന്നെ ബ്ലോട്ടിങ്, വോമിറ്റിംഗ്, ഡയറി, അങ്ങനത്തെ കോൺസ്റ്റിപ്പേഷൻ അതൊക്കെ വളരെ സെൽഫ് ലിമിറ്റിംഗ് ആണ്. അപ്പം ഇതിന്റെ വേറൊരു കാര്യം ആൾക്കാർ പറയുന്നത് മസിൽ മാസ് പോകുന്നതാണ്. വെയിറ്റ് കൂടുന്നതനുസരിച്ച് മസിലിന്റെ ലോസ് വരുന്നുണ്ട്. പക്ഷെ അത് പ്രോപ്പർ പ്രോട്ടീൻ ഡയറ്റ്, എക്സസൈസ് ഒക്കെ വെച്ചാൽ നമുക്കത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മരുന്നുകൾ ആരും ഭയക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഒരു ഗ്രൂപ്പ് ആൾക്കാരിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വെയിറ്റ് ലോസിനല്ല ഈ മരുന്ന് യൂസ് ചെയ്യുന്നത്. വെയിറ്റ് ലോസ് ഈ മരുന്നുകളുടെ ഒരു സെക്കൻഡറി ഭാഗം മാത്രമേ ഉള്ളൂ. വെയിറ്റ് ലോസിനല്ല നമ്മളിത് കൊടുക്കുന്നത്. ഡോക്ടേഴ്സ് ഇത് കൊടുക്കുന്നത് ഡയബറ്റീസിനും, ഹൈ ബ്ലഡ് പ്രഷറിനും, ഹാർട്ട് ഡിസീസ് കുറയ്ക്കാനും, കിഡ്നി ഫെയിലർ കുറയ്ക്കാനും, ഒരു